ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിത് നല്ലൊരു മുട്ട അവിയൽ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അത് പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കണം, രാവിലെ ലഞ്ചിനൊക്കെ കൊടുത്തയക്കാനായിട്ട്, കുട്ടികൾക്ക് ലഞ്ചിനൊക്കെ കൊടുത്തയക്കാനും നമുക്ക് ഓഫീസിൽ പോകുമ്പോൾ കൊണ്ടുപോകാനും ഒക്കെ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുട്ട കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ കുക്കർ ഓഫ് ചെയ്യാം. പെട്ടെന്ന് വെന്ത് കിട്ടും മുട്ട. അതേസമയം നമ്മൾ തുറന്ന പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും വേഗം മുട്ട ഇതായിട്ട് കിട്ടില്ല. എന്നിട്ട് അത് നമ്മളൊരു നൂലെടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നൂലെടുത്ത് സെൻറ്ററിൽ കൂടെ നമ്മൾ 2 പീസോ അല്ലെങ്കിൽ 4 പീസോ ആയിട്ട് നമുക്കത് കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് അതിനൊരു ഗ്രേവി തയ്യാറാക്കണം. ഇതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചല്ലോ, ഒരു ഗ്രേവിയിൽ ഇട്ട് നമുക്ക് അത് ചോറിന് കൂട്ടാൻ പാകത്തിനാക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ തേങ്ങ ഒരാഴ്ചത്തേക്ക് ചുരണ്ടി വയ്ക്കും. ചുരണ്ടി വയ്ക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ മിക്കവാറും അജുവോ അല്ലെങ്കിൽ മോളോ ആരെങ്കിലും ആയിരിക്കും ചുരണ്ടി തരുന്നത്. അപ്പോൾ അത് നമ്മൾ ചുരണ്ടി ഫ്രീസറിൽ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ ഞാനതിൽ നിന്ന് ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ട് അതിൽ കുറച്ച് തേങ്ങ ഫ്രീസായിട്ടിരിക്കുകയാണെങ്കിൽ ഇച്ചിരി നേരത്തെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് കിട്ടും. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കുറച്ച് ജീരകം, ഒരു 1/2 ടീസ്പൂൺ ജീരകം, അത് മുട്ടയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് കേട്ടോ. ഇപ്പം ഞാൻ 3 മുട്ട എടുക്കണതുകൊണ്ടാണ് ഈ ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട്, പിന്നെ ഇത്തിരി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ, നല്ല ജീരകമാണ് കേട്ടോ, പെരുംജീരകമല്ല, നല്ല ജീരകവും വെളുത്തുള്ളിയും പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും. അത് എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കേട്ടോ. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ക്വാണ്ടിറ്റി കുറയ്ക്കണം. എന്നിട്ട് നമുക്ക് അതിൽ പച്ചമുളക് ഇടുവാണെങ്കിലും ഈ കാശ്മീരി ചില്ലി പൗഡർ അതിൻ്റെ ക്വാണ്ടിറ്റി പച്ചമുളകിനനുസരിച്ച് നമ്മൾ എടുക്കുക കേട്ടോ. അത് നമുക്ക് ക്വാണ്ടിറ്റി പറയാൻ പറ്റില്ല. അപ്പം ഞാൻ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ഇട്ടിട്ട് അതൊന്ന് അരച്ചു കൊണ്ടുവന്നു. അരച്ചല്ല, ഒന്ന് ചതച്ചു കൊണ്ടുവന്നു. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒന്നൊഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും, ഞാനിവിടെ കല്ലുപ്പായിട്ടിരിക്കണത് കേട്ടോ. കല്ലുപ്പോ പൊടിയുപ്പോ അത് നമ്മുടെ ഇഷ്ടം. കല്ലുപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ഹെൽത്തിന് നല്ലതാണ്. അതിൽ കുറച്ച് അയഡിൻ കണ്ടൻറ്റൊക്കെ കാണുമല്ലോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നമുക്ക് അത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതേ ഞാൻ കല്ലുപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആവശ്യത്തിന് ഇടുക. ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. പൊടിയുപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അത് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഇളക്കിയിട്ട് നമുക്കത് അരപ്പ്, അതിൻ്റെ ഗ്രേവി തയ്യാറായി കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയെടുത്ത് അതിലേക്ക് നമ്മൾ വെച്ചിട്ട് നന്നായിട്ടതൊന്ന് തിളച്ച് വറ്റി വരണം. ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചോറുണ്ണാൻ തോന്നും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമുക്ക് രസമോ അല്ലെങ്കിൽ മോരുകറി, അതൊരു സ്പെഷ്യൽ മോരുകറിയുണ്ട്, അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ മോരുകറി കോമ്പിനേഷനാണ്, രസവും കോമ്പിനേഷനാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് മാത്രം കൂട്ടി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറുണ്ണാം. അപ്പോൾ നമുക്ക് ടിഫിൻ ബോക്സിലൊക്കെ വെച്ചത് കൊണ്ടുപോകാനായിട്ടും, കാരണം ഗ്രേവി ഇങ്ങനെ ലൂസായിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ അത് ബാഗിലൊന്നും ആകില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് നമുക്കത് കൊണ്ടുപോകാൻ പറ്റും. അതിങ്ങനെ വറ്റി വരണം. ഇല്ല, നിങ്ങൾക്കത് ആ വെള്ളം മുഴുവൻ വറ്റി വരണത് ഇഷ്ടമില്ല എങ്കിൽ ഗ്രേവി കുറച്ച് ലൂസായിട്ട് വെച്ചാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ലാസ്റ്റിൽ വേണമെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ക്ലിപ്പ് ഇതിൽ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ പുറത്ത് തൂക്കിയിട്ട് നല്ല അടിപൊളി, കണ്ടാൽ തന്നെ നമുക്ക് ചോറുണ്ണാൻ തോന്നും അല്ലേ. എനിക്ക് ഉച്ചയ്ക്ക് ഈ മുട്ട അവിയലും രസമൊക്കെ ആണെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് ചോറുണ്ണും കേട്ടോ.